200 വർഷക്കാലമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ഒറ്റ കാരണം കൊണ്ട് ഭൂമി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പേരിൽ കണ്ടുകെട്ടിയ ഭൂമി സാർ ദീർഘമായൊരു കാലത്തിന് ശേഷം അവിടെ താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും പട്ടയം അനുവദിച്ചു കൊടുത്തത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് സാർ. പട്ടയ അസംബ്ലികളുടെ ഭാഗമായി നടന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. ഞാൻ ഓരോ MLA-മാരെയും പറയുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് അവസാനമാവുകയാണ്. വട്ടവട കുറിഞ്ഞുമല സങ്കേതത്തിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ച് പ്രത്യേക കളക്ടറെ തന്നെ നിയമിച്ച് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയുടെ സ്റ്റേ ഒഴിവാക്കിയാൽ തയ്യാറാക്കി ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ ഇടുക്കിയിൽ 4000-ലേറെ പട്ടയങ്ങൾ തയ്യാറായി വരുന്നു. കട്ടപ്പനയിലെ ടൗൺഷിപ്പിലെ പട്ടയങ്ങൾ ഈ ഘട്ടത്തിൽ കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുത വകുപ്പ് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ച് ജലവൈദ്യുത പ്രദേശത്തെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള അന്തിമ നടപടികളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് അഞ്ചുചങ്ങല പട്ടയം പ്രശ്നം പരിഹരിക്കുകയാണ്. പത്തനംതിട്ടയിലെ പെരുമ്പട്ടിയിലെ കോന്നിയിലെ ഗ്രോമോർ ഫുഡിന്റെ എക്സ് സർവീസ്മെൻ കോളനിയുടെ അത്തിക്കയം വില്ലേജിലെ തെക്കേത്തൊട്ടി വലിയപതാൽ വില്ലേജുകളിലെ പ്രശ്നങ്ങൾ സ്ഥായിയായി പരിഹരിക്കുകയാണ് സാർ. എറണാകുളത്ത് കുട്ടമ്പുഴ വടാട്ടുപാറ പ്രദേശത്ത് എത്ര വർഷമായിട്ടുള്ള പ്രശ്നമാണ് കോതമംഗലത്ത് ഒരു പ്രത്യേക ഓഫീസ് തന്നെ അവിടെ ആരംഭിച്ചു. കുട്ടമ്പുഴയിലെ ഹിൽമൻ സെറ്റിൽമെന്റും കടവൂർ വില്ലേജിലെ പട്ടയ പ്രശ്നങ്ങളും പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ട പ്രശ്നങ്ങളാണ് സാർ. വയനാട്ടിലെ വുഡ്ലാൻഡ് പട്ടയങ്ങൾ, ഫെയർലാൻഡ് പട്ടയങ്ങൾ, മരിയനാട് എസ്റ്റേറ്റ് ഭൂമിയുടെ പ്രശ്നം, മണിമല വില്ലേജിലെ ആലപ്പ, പൊന്തുമ്പഴ, നെടുമ്പ്രം പ്രദേശത്ത് പ്രത്യേകമായി സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സാർ ഞാൻ എല്ലാം പറഞ്ഞു പോവുകയല്ല. അക്കാര്യത്തിലൊരു പ്രത്യേക ഇടപെടൽ പട്ടയ മിഷന്റെ ഭാഗമായിട്ടുണ്ടാവുകയാണ് സാർ. നഗരങ്ങളിലെ പട്ടയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പേരിൽ മേടിച്ചതോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 94-ലെ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം വെസ്റ്റു ചെയ്യപ്പെട്ടതോ നിക്ഷിപ്ത ഭൂമിയായി മാറിയതോ ആയ ഭൂമികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കേണ്ടത് അങ്ങനെ, തനത് ഭൂമിക്ക് ചട്ട ഭേദഗതി നടത്തേണ്ടി വരുന്നത് അങ്ങനെ, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ദീർഘമായ കാലമായി കൊടുക്കാനാകില്ല എന്ന് പ്രഖ്യാപിച്ചു പിന്തള്ളിയ കേസുകൾ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് അത്തരം ഭൂമികളുടെ പട്ടയ പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, ഞാനും പുനലൂർ MLA-യും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് KIP മേഖലയിലെ പട്ടയങ്ങൾ, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിലെ പട്ടയങ്ങൾ കൊടുക്കാനുള്ള നടപടി തീരുമാനിച്ചു. കൊല്ലം കളക്ടറെ നോഡൽ ഓഫീസറായി നിശ്ചയിച്ചു. അവിടുത്തെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു വരികയാണ് സാർ. അതേ മോഡലിൽ തന്നെ പെരിയാർ വാലിയിലും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അക്കാര്യത്തിൽ ഉണ്ടാക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ പമ്പാവാലി, അഞ്ചൽ വാലി പ്രദേശത്ത് എത്രയോ വർഷങ്ങളായിട്ടുള്ള പട്ടയ പ്രശ്നം വാക്കുകൊണ്ടല്ല സാർ, 1520 പേർക്ക് ഇതിനകം വിതരണം ചെയ്തുകൊണ്ട് അവരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റാനുള്ള ശ്രദ്ധേയമായ നടപടികളിലേക്ക് ഈ ഗവൺമെന്റിന്റെ കാലത്ത് പോയി സാർ. സമൂഹങ്ങളിലേക്ക്, ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട എത്ര മനുഷ്യരുടെ പട്ടയങ്ങളാണ് നമുക്കിപ്പോൾ കൊടുക്കാനായത്. മുത്തങ്ങയിലെ അവസാനത്തെ സമരക്കാർക്കും ഭൂമി കൊടുത്തത് സാർ ഈ ഗവൺമെന്റിന്റെ കാലത്താണ് സാർ. ചെങ്ങറ സമരത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന വ്യാപകമായി ഭൂമി കണ്ടെത്തി അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ അരിപ്രയിലെ ഭൂസമരം സ്ഥായിയായ പരിഹാരത്തിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശമാർഗങ്ങളിലൂടെ പോകാൻ കഴിഞ്ഞു ഈ കാലത്ത് എന്നുള്ളതും മലയോര മേഖലയിലെയും ആദിവാസി മേഖലകളിലെയും ജനങ്ങളുടെ പട്ടയ പ്രശ്നങ്ങളാണ് സാർ. ദീർഘമായൊരു കാലത്തെ പ്രശ്നമാണത്. 2024 ഫെബ്രുവരി 7-ാം തീയതി ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ട് 30 കൊല്ലത്തിന് ശേഷം പുതിയ JVR-ഉം പുതിയ അപേക്ഷയും എന്ന വാദം കേന്ദ്രം അംഗീകരിക്കുകയുണ്ടായി സാർ. 93-ലെ ചട്ടങ്ങൾ പ്രകാരം വനഭൂമി കുടിയേറ്റം നടത്തിയെന്ന് പറയുന്ന ആളുകൾക്കുള്ള ലഭ്യമായ ഭൂമി വിതരണം ചെയ്യുക, പുതിയ ഭൂമിക്ക് അപേക്ഷ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കുക എന്ന നടപടിയോടൊപ്പം പുതിയ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ 59,830 പുതിയ അപേക്ഷകൾ കൂടി വന്നിരിക്കുകയാണ് സാർ. ഈ വരുന്ന 26-ാം തീയതി റവന്യൂ വനം വകുപ്പിന്റെ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഒരു പൂർണ്ണ സമയം എടുത്തുകൊണ്ട് കേരളത്തിലെ വനവും റവന്യൂവും തമ്മിലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 26-ാം തീയതി രാവിലെ മുതൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ സമയം എടുത്തുകൊണ്ട് ആ യോഗങ്ങൾ ചേരുകയാണ്. അതുകൂടി പര്യവസാനിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഏപ്രിൽ മാസത്തോടെ പുതിയ JVR കേരളത്തിന്റെ വനം മേഖലയിൽ ആരംഭിച്ച് ഇനിയും ഭൂമിയുടെ ഉടമസ്ഥന്മാരെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ്.